കേരളത്തിലെ ഓരോ വിദ്യാലയങ്ങളും ഈ ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുകയും പ്രവർത്തനങ്ങൾ ആസൂത്രണം നടപ്പിലാക്കുകയും വേണം. അതിൻ്റെ ഒരു മുന്നോടിയായി നമ്മുടെ ഈ വിജയഗിരി സ്കൂളിൽ വെച്ച് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ കുട്ടികളെ വഴി തെറ്റിക്കാതെ നേർവഴിയിലേക്ക് നടത്താനുള്ള അധ്യാപകരുടെ ഈ സമൂഹത്തിൻ്റെ എല്ലാ കൂട്ടായ്മക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്കൂളിൽ വന്നിട്ട് അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. അമ്മക്ക് വയ്യ. ഞാൻ സ്കൂളിൽ വന്നാൽ അവര് പട്ടിണിയാവും. എടാ മോനെ, എന്താ ഇങ്ങോട്ട് വാ. മുട്ടായി വേണം, ഇങ്ങോട്ട് വാ. ഞാൻ തരുന്നത് കേട്ടോ. ഒരു സോഡ എടുത്തേ. ഉപ്പൊന്നുമില്ലേ എടാ? എത്രയാടാ? അമ്മ കടയിൽ കൂട്ടുകാരൊക്കെ വന്നു. സ്കൂളിൽ വരുന്നില്ലെന്ന് ചോദിച്ചു. അന്ന് ഇന്ന് കടയിലൊരു പരിചയമില്ലാത്ത ആള് വന്നു. എനിക്ക് വല്ലാത്ത പേടിയായി. വാ മക്കളെ, അകത്തേക്ക് കയറാം. ചേട്ടാ, ഇന്നലെ തന്നെ മുട്ടായി തരുമോ? ഓ, നിനക്ക് ആ മുട്ടായി നല്ലോണം പിടിച്ചാ? മിഠായി തരാം. പൈസ ഉണ്ടോ കയ്യില്? ഇല്ലേ? പിന്നെ എങ്ങനെ മുട്ടായി തന്നെ? പൈസ വേണം മോനെ. ഇങ്ങോട്ട് വാ. ആ എന്താടോ? ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ളത്. നോക്കട്ടെ, എനിക്കങ്ങ് തടിയോ നോക്കട്ടെ. ഒരുത്തം വരുന്നുണ്ട്, നോക്കട്ടെ. നീ വെച്ചോ. എന്താടാ
പൈസ കിട്ടിയോ? കിട്ടിയോ? കൊടുക്ക്. അറിയുമ്പോട്ടേ കിട്ടിയേ എനിക്കൊരു ചേട്ടൻ ഞങ്ങൾക്കെന്താടാ എന്റെ കയ്യിലില്ല. പ്ലീസോടെ കാടാ എല്ലാവരും കൂടെ വീതിച്ചെടുത്തോ. എന്താ പറ്റിയേ? 3 പേര് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഏതോ ഒരു മിഠായി വാങ്ങി കഴിച്ചിരുന്നു ടീച്ചറെ. കുട്ടികളെല്ലാവരും ഈ പ്രശ്നത്തിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. നമുക്ക് ഇതിന് പരിഹാരം കാണണം എത്രയും പെട്ടെന്ന്. നമുക്ക് അടുത്ത ദിവസം തന്നെ ഒരു കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിക്കാം. നിങ്ങളുടെ വിശേഷം? കച്ചവടം ഉഷാറാണോ? വന്ന് നിങ്ങളൊരു കാര്യം പറയട്ടെ, സുകാര്യം പറയട്ടെ. വാ. നീ എന്താ സ്കൂളിലേക്കൊന്നും വരാതെ? എടാ ഇപ്പോഴേ പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ഗോപിനാഥൻ മാഷ്. പുള്ളി ലഹരി എൻ്റെ സുഹൃത്താണ്. സാറ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു കൗൺസിലറാണ് അദ്ദേഹം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തോട് പറയാം. നല്ലൊരു ക്ലാസ് അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി, അല്ലേ? ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ ലഹരിയുടെ ഭയങ്കരമായ തീവ്രമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമവും നിയമാവലികളും നാം അനുസരിക്കണം. പക്ഷേ നിയമം ലംഘിക്കുന്നവർക്ക് പഴുതുകൾ കിട്ടുമ്പോൾ നാട്ടിൽ കുറ്റവാളികൾ കുറ്റം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കരുതിയിരിക്കുക. നമ്മുടെ കുട്ടികളും ചുറ്റുപാടും സുരക്ഷിതരാണോ? പ്രതികരിക്കുന്ന സമൂഹമായി നാം മാറണം. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ബന്ധങ്ങളോ തടസ്സമാകരുത്. നമ്മൾ ഒന്നായി ഉണർന്നാലേ ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കഴിയൂ. നമ്മൾ ജീവിച്ചതുപോലെ നമ്മുടെ മക്കളും നാടിന് നന്മ ചെയ്യുന്നവരായി തീരാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം.